സെക്കൻഡറി സ്കൂളിലെ ലളിതഗാന മത്സരത്തിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആദിത്യ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് അവൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ നീ പാട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലളിതഗാനത്തിന് ഒരു 2 വരി ചൊല്ലാൻ പറ്റും? പൂകൾ മൂളുമീ ആശ്രമവാടി ഏകയാമോരിതൾ താരുപോലെ സുഖമുള്ള നോവുകൾ കവിതയായി തൂകുമീ മഴയുടെ പാട്ടിലൂടൊഴുകി വന്നു. അപ്പോൾ വേറെ ഏതൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? പെരുമുടിയൂരിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 10 ആളാണ്. അപ്പോൾ ആരാ എങ്ങനെ പരിശീലനമൊക്കെ നടന്നിട്ടുള്ളത്? പരിശീലിപ്പിച്ചത് ഞങ്ങളാണിത് കൊടുക്കുന്നത്. പിന്നെ സാറുമാരൊക്കെ സപ്പോർട്ട് ചെയ്തു, പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തന്നു, പിന്നെ അങ്ങനെ പരിശീലിപ്പിച്ചു. അപ്പോൾ എല്ലാവരും +2 വിദ്യാർത്ഥികളാണോ? +1ഉം +2 ഉണ്ട്. പറയൂ. എൻ്റെ പേര് നിവേദിത, ഞാൻ +2 വിദ്യാർത്ഥി. ഞാൻ +1 പഠിക്കുന്നത്. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് നയന. ഞാൻ +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് മേഘ. എൻ്റെ പേര് വൈഷ്ണവി, +2 വിദ്യാർത്ഥി. എൻ്റെ പേര് ആര്യ, +2 വിദ്യാർത്ഥി. എൻ്റെ പേര് അക്ഷയ, ഞാൻ +2 വിദ്യാർത്ഥി. എൻ്റെ തങ്ങ, ഞാൻ +2 വിദ്യാർത്ഥി. ഞാൻ നിവേദിയ, +1 വിദ്യാർത്ഥി. ജന്യ, +1. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടി? ഫസ്റ്റ് വിത്ത് A ഗ്രേഡ്. സെൻറ്റ് പോൾസ് സ്കൂളിലെ ഭരതനാട്യത്തിനായി മത്സരം കാത്തു നിൽക്കുന്ന ശ്രീലക്ഷ്മി എന്ന വിദ്യാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് അവളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എത്ര കാലം ഈ ഒരു ഫീൽഡിൽ മത്സരിക്കാൻ തുടങ്ങിയിട്ട്? 7 വർഷമായി. അപ്പോൾ ആരാണ് പരിശീലിപ്പിച്ചതൊക്കെ? രശ്മി ടീച്ചർ, കലാമണ്ഡല രശ്മി രാജഗോപാൽ. എൻ്റെ ടീച്ചർ പഠിച്ച് കലാമണ്ഡല രശ്മി രാജഗോപാൽ. ഞാൻ 7 വർഷത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ കോമ്പറ്റീഷൻ രണ്ട് വട്ടം മത്സരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം നിക്കലും. എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്രൂപ്പ് ഡാൻസിന് കൂടിയിട്ട് ഞാൻ സബ്ജില്ല ജില്ല വരെ എത്തി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ സിംഗിൾ ആയിട്ട് അത് കളിച്ച് എനിക്ക് സെക്കൻഡ് കിട്ടിയത്. കളിച്ച് എനിക്ക് ഫസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെ ആ മത്സരത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് എന്താ ഇപ്പോൾ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. അതിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ് ഒരുപാട് വർഷമായി പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് മത്സരങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചത്. മുന്നോട്ട് പോകാനുള്ളത് ഇതുണ്ട്. കാലമായിട്ട് ഡാൻസ് ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് നങ്ങ്യാർകൂത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത്? ഈ ഒരു യാത്ര ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ മുമ്പ് ഡാൻസ് പഠിച്ചിരുന്ന സ്ഥലത്ത് പോയിരുന്നപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു നങ്ങ്യാർകൂത്ത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്, മുഖമൊക്കെ കണ്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ഇപ്പോൾ +1 ഒക്കെ ആയി, ബയോസയൻസാണ്. അപ്പോൾ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഡാൻസിന് കുറേ സ്ട്രെസ് എടുത്ത് കുറേ കഷ്ടപ്പെട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അതിന് സമയമില്ല. അതുകൊണ്ട് ഞാൻ പുതിയൊരു ഐറ്റമായിട്ട് നങ്ങ്യാർകൂത്ത് ചെയ്യാമെന്ന് ഇപ്രാവശ്യം വെറുതെ മനസ്സിൽ തോന്നിയതാണ്. അപ്പം ഞാൻ ആ ഒരു ആഗ്രഹം കൊണ്ട് നേരെ ചെന്നത് സംഗീത ടീച്ചറുടെ അടുത്താണ്. ടീച്ചർ കലാമണ്ഡലത്തിൽ നിന്ന് നങ്ങ്യാർകൂത്ത് കഴിഞ്ഞിട്ടുള്ള ആളാണ്. ടീച്ചറുടെ അടുത്ത് ചെന്ന് ടീച്ചർ നല്ലൊരു ഐറ്റം പറഞ്ഞു തന്നു. ടീച്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷൻ തന്നു. അപ്പോൾ സബ് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഞാൻ കളിക്കുന്നത്. അതിൻ്റെ ഒരു പേടിയുണ്ട്, എന്നാൽ ഭയങ്കര എക്സൈറ്റഡുമാണ്. ഒരു പുതിയ വേഷം. ഇത്രയും കാലം ഡാൻസ് ആയിരുന്നു. എത്ര കാലമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഡാൻസ് പഠിക്കാൻ തുടങ്ങിയൊരു 10 കൊല്ലമൊക്കെ ആയി. സ്റ്റേജ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 3ാം ക്ലാസ് മുതൽ ചെയ്യുന്നുണ്ട്. ഇവിടെ സബ് ജില്ലാ കലോത്സവങ്ങൾക്കൊക്കെ പോകാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ അതിൽ നിന്ന് ഒരു ഇടവേള എടുത്തിട്ട് പുതുതായിട്ട് നങ്ങ്യാർകൂത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. Sampai benar kata saya, Pak. Itu dia kan
കുട്ടികൾ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. കഴിഞ്ഞ വർഷം 3rd A ഗ്രേഡ് കിട്ടിയത് കൊണ്ട് കുട്ടികൾ ഈ വർഷം നാടകം വേണമെന്നും പറഞ്ഞ് കുട്ടികൾ ആദ്യമേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശനിയാഴ്ചകളിലായിരുന്നു ഞങ്ങളുടെ പ്രാക്ടീസ്. ശനിയാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ തന്നെയായിരുന്നു. അതേപോലെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല ഹെൽപ്പായിരുന്നു. നല്ല മൊത്തത്തിൽ സ്കൂളിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഞങ്ങൾ ജില്ലയിലെത്തുകയും അവിടെ നിന്ന് 3rd A ഗ്രേഡ് കിട്ടുകയും ഒക്കെ ചെയ്തത് ഞങ്ങളുടെ സ്കൂളിൻ്റെ കൂട്ടായ്മ തന്നെയാണ്. GUPS പട്ടാമ്പിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ നാടകത്തിൻ്റെ പേര് വിത്തമനർത്ഥ ഹേതു, അന്യൻ്റെ ധനം ആപത്താണ് എന്ന സന്ദേശമാണ് ഈ നാടകത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ജില്ലയിൽ 3rd A ഗ്രേഡ് കിട്ടിയ നാടകമായിരുന്നു. സ്കൂളിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ വർഷവും. പിന്നെ കുട്ടികളുടെ നല്ല പെർഫോമൻസും. നാടകം കളിച്ചതിൻ്റെ പരിശീലിച്ചതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റും? നമ്മൾ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഒന്നും രാവിലെ ഉണ്ടാവാറില്ല. ഉച്ചയ്ക്ക് തൊട്ടിട്ട് വൈകുന്നേരം വരെയാണ് പ്രാക്ടീസ് ഉണ്ടാവുന്നത്. പിന്നെ എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് വൈകുന്നേരം വരെ നമ്മൾ